ഹലോ, ഇന്ന് നമ്മൾ 2 പുഡിംഗ് ഐറ്റം വന്നിട്ടുള്ളത്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് കുട്ടീസിന് വേണമെങ്കിൽ പോലും ട്രൈ ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടുള്ള 2 പുഡിങ്ങുകൾ നമ്മളിതിൽ കാണിക്കുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. രണ്ടും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പീസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണിക്കുന്നത് ബ്രെഡ് കുൽഫി പുഡിംഗ് ആണ്. വീട്ടിലുള്ള 3 ഇൻഗ്രീഡിയൻസേ വേണ്ടുള്ളൂ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 4 പീസ് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡിന്റെ സൈഡ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്യണം നിർബന്ധമില്ല. കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല വൈറ്റ് കളറിൽ നമ്മുടെ കുൽഫി പുഡിംഗ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ 4 സൈഡും ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം മിക്സിയിലിട്ട് നല്ലതായിട്ട് പൊടിച്ചെടുക്കുക. നമ്മൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കില്ലേ, അത് തന്നെ പരിപാടി. അതിനുശേഷം ഒരു 1/2 ലിറ്റർ പാല്, അതിനകത്തോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കുക. നന്നായിട്ട് അതൊന്ന് ചൂടാവുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ബ്രെഡ് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നന്നായിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കോൺഫ്ലോറോ ജെലാറ്റിനോ ചൈന ഗ്രാസ് ഒന്നും ആവശ്യമില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ നന്നായിട്ട് നമ്മൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പൊക്കെ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ മിക്സ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പൊ ബ്രെഡ് ചേർത്തിട്ട് നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ശരിക്കും നമ്മൾ ഒരു കുൽഫിയൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ട് ബ്രെഡ് ചേർക്കുന്ന സമയത്ത് തന്നെ കുറച്ച് കൂടുതൽ നട്ട്സ് ഒക്കെ ചേർക്കുവാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. അപ്പൊ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുറുകി വരണം. അപ്പൊ അതിനു മുമ്പായിട്ട് ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലോടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ കിടില റെസിപ്പീസ് എന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇത് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും പോരാ, ഇച്ചിരിയും കൂടെ കുറുകണം, എന്നാലേ നന്നായിട്ട് സെറ്റ് ആയി കിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു പരുവം നമ്മൾ താഴോട്ടേക്ക് കളയുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് വീഴാൻ പാടില്ല. അപ്പൊ ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ടില്ല, അല്ലെ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു ട്രേക്കകത്ത് ഒഴിച്ചു കൊടുക്കുക. ട്രേ തന്നെ വേണമെന്നൊന്നുമില്ല, ഒരു ബൗളോ ഒരു പ്ലേറ്റോ എന്തേലും മതി. അത് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് ഫ്രീസറിൽ വേണം വെക്കാനായിട്ട്. അപ്പൊ ഫ്രീസറിൽ ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു 6 to 7 hours വെക്കുവാണെങ്കിൽ ഇതുപോലെ നല്ല സെറ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇനി നമ്മളിത് ഡയറക്റ്റ് നമുക്ക് തിരിച്ചിടാനൊന്നും പറ്റില്ല. അപ്പൊ സൈഡിൽ നമുക്ക് സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോർക്കോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്ലിയർ ആയിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതേപോലെ നമുക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. നീളത്തിൽ കട്ട് ചെയ്യുമ്പോൾ സെർവ് ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. അപ്പൊ ഇനി നമ്മൾ ഓരോ പീസായിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ഇതിന്റെ മേലയിൽ കുറച്ച് പിസ്തയും ബദാമും ഒക്കെ കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ഏത് വേണേലും ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള പുഡിംഗ് ആണ്. നമുക്ക് പാർട്ടിയോ അല്ലെങ്കിൽ കുട്ടീസിനോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ പുഡിംഗ് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പുഡിംഗ് എന്താണെന്ന് നോക്കാം. അത് നമ്മൾ 3 ചേരുവ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് നമുക്ക് വേവിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അത് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുഡിംഗ്. നമ്മളിത് ഡാർക്ക് ഫാൻറ്റസിയും അതുപോലെ തന്നെ ക്രീമൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു പാർട്ടി സ്പെഷ്യൽ പുഡിംഗ് ആണ് കേട്ടോ. എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് വേഗം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ബിസ്ക്കറ്റായിട്ട് എടുത്തിട്ടുള്ളത് ഡാർക്ക് ഫാൻറ്റസി ആണ്. ഇതാണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഏത് വേണമെങ്കിലും എടുക്കാം. പക്ഷെ കുറച്ചുകൂടെ ഉള്ളിൽ ഈ ചോക്ലേറ്റ് ഉള്ളത് കൊണ്ട് ഇതാണ് കുറച്ചുകൂടെ നന്നാവുക. അപ്പോൾ പാലിനകത്തോട്ട് നമ്മൾ ജസ്റ്റ് ബിസ്ക്കറ്റ് ഒന്ന് മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് പുഡിംഗ് ട്രേയിൽ വെച്ച് കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ട്രേ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് കൊടുക്കാം. പാല് നോർമൽ ടെമ്പറേച്ചറിലുള്ളതാണ്, റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്, ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം ബിസ്ക്കറ്റ് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഓറിയോ ബിസ്ക്കറ്റ് ഒക്കെ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അതവിടെ മാറ്റി വെക്കണം. പിന്നെ നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീം ആണ് കേട്ടോ. അപ്പോൾ ഞാനത് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ്. അപ്പോൾ അത് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റർ ഇല്ല എന്ന് പറയുന്നവർക്ക് വിസ്ക് വെച്ചിട്ടും ചെയ്യാം. കുറച്ചൊരു 10-15 മിനിറ്റ് എടുക്കും നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത്. ബീറ്റർ ആകുമ്പോൾ കുറച്ചുകൂടി സിമ്പിളാണ്. ഇതിൽ ഞാൻ എക്സ്ട്രാ പഞ്ചസാര ചേർത്തിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ മധുരം വേണമെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഒരു പീക്ക് വരുന്ന പോലെ, ഒരുപാട് അങ്ങ് കട്ടിയാവണ്ട. ഇപ്പം നമ്മൾ കേക്കിന് ചെയ്യുന്ന പോലെ. അപ്പം ഇനി നമുക്ക് ഇതിനെ 2 പോർഷനാക്കി മാറ്റണം. കാരണം നമ്മൾ 2 ഫ്ലേവർ കൊടുക്കുന്നുണ്ട്. അപ്പം പകുതി നമുക്ക് ക്രീം എടുത്ത് മാറ്റി വെക്കാം.
എന്നിട്ട് നമ്മൾ ഈ ബാക്കിയുള്ള പകുതിയിൽ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊക്കോ പൗഡറിന് പകരം നിങ്ങൾക്ക് ചോക്ലേറ്റ് സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒരു സ്പൂണോ സ്പാച്ചിലോ എന്തെങ്കിലും വെച്ചിട്ട് ഈ മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൊക്കോ പൗഡർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് ബീറ്റ് ചെയ്യരുത്. ഇനി നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്ന പോലെ ഒരു 30 സെക്കൻഡ് അത്രയും മതി. അപ്പോൾ ഇനി ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റോപ്പ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി നേരം ബീറ്റ് ചെയ്യേണ്ട, കാരണം നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ട് തന്നെ അത് വല്ലാണ്ട് അങ്ങ് സ്റ്റിഫായി പോവും. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ചോക്ലേറ്റ് ഫ്ലേവറുള്ള ക്രീം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു പോർഷൻ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി വാനില ഫ്ലേവറുള്ള ക്രീം ആയതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റിൻ്റെ ക്രീം നമ്മൾ ബിസ്ക്കറ്റിൻ്റെ മേലെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് എല്ലാവരുടെയും ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മേലയിൽ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറച്ച് ക്രഞ്ചി ഫീൽ കിട്ടും. ഒരുപാട് പൊടിച്ചിട്ട് ചേർക്കണ്ട, ഒന്ന് കട്ട് ചെയ്ത് ചേർത്താൽ മതി. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് വാനില ടേസ്റ്റുള്ള ആ ഒരു ക്രീം ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ചേർത്തിട്ടില്ല, ഞാൻ പ്ലെയിൻ ആയിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതോടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരുടെയും നന്നായിട്ട് റെഡിയാക്കി കൊടുക്കുക. നമ്മൾ ശരിക്കും ഒരു പാർട്ടിയിലൊക്കെ ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഗസ്റ്റിനൊക്കെ ഒത്തിരി ഇഷ്ടമാവും. കാരണം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഇനി നമ്മളിത് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 4 മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ ഇതൊന്ന് സെറ്റ് ആകാൻ വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ്. അതിനുശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ അവിടെ കുറച്ച് ചോക്ലേറ്റ് സോസ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാനും ഒക്കെ പറ്റും. ഞാൻ സ്പൂണിൽ കോരി കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും 3 ലെയർ നല്ല ക്രീമി ആയിട്ടുള്ള പുഡിംഗ് ആണ്. കഴിക്കുമ്പോൾ 3 ലെയറും കൂടി കൂട്ടിയിട്ട് വേണം കേട്ടോ കഴിക്കാൻ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പാർട്ടിയിലും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. കഴിച്ച ആരും ഇതിന് എതിരഭിപ്രായം പറയില്ല, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ക്രീമും അതുപോലെ ബിസ്ക്കറ്റും ഒന്നും കയ്യിലില്ലാത്തവരാണെങ്കിൽ നമ്മുടെ ബ്രെഡ് കുൽഫി പുഡിംഗ് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുള്ള ചേരുവ മാത്രം വെച്ചിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 2 പുഡിങ്ങും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോട് ക്ലിക്ക് ചെയ്യുന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു നല്ല കിടക്ക റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.